അങ്ങനെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രിപ്പ് ഇടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത് അനുവദനീയമല്ല, ഹോസ്പിറ്റലൈസ് ചെയ്തേ മതിയാവൂ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. നടക്കില്ല, കാരണം ഞാനിവിടെ 4 ദിവസമായി മഴയും കൊണ്ട് ഇവിടെ കിടക്കണം. മലയാളി സമൂഹത്തിൽ ഞങ്ങളുടെ സമരത്തിന് പ്രസക്തിയും പിന്തുണയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഗവൺമെൻറ് ഞങ്ങളുടെ സമരത്തെ തകർക്കുവാനായി ഇന്നുവരെ നിരാഹാരം അനുഷ്ഠിക്കുന്ന വളർമ ടീച്ചറുടെ അടുത്തേക്ക് ഇന്ന് ഡോക്ടറും പോലീസും വരികയും ഇപ്പോൾ അവർ തിട്ടൂനമിറക്കുന്നു. ആരോഗ്യനില മോശമാണ്, അവർക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ചോദിക്കട്ടെ, 2 ദിവസം ഈ റോഡരികിലാണ് ഞങ്ങൾ ഇവിടെ ട്രിപ്പ് കൊടുത്തിരുന്നത്. അന്നില്ലാത്ത എന്ത് പുതിയ സംവിധാനമാണ് ഈ സയൻസിൽ ഇന്ന് വന്നത് എന്നുള്ള മലയാളികളെ 28 ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞങ്ങൾ നടത്തിവരുന്ന റിലേ നിരാഹാര സമരം ഇന്നലെ 4 ദിവസം മുമ്പ് നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് നീണ്ടിരുന്നു. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഞങ്ങൾ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി 4 ദിവസം മുമ്പ് നിരാഹാര സമരം തുടങ്ങി. സമരം തുടങ്ങിയ അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗവൺമെൻറ് സംവിധാനങ്ങളിലെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് പോയതാണ്. പിന്നെ അവരാരും വന്നിട്ടേ ഇല്ല. ഞങ്ങൾ ടീച്ചറുടെ അവശത കണ്ടപ്പോൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ 2 ദിവസമായിട്ട് ഡ്രിപ്പ് ഇട്ട് ഇവിടെ ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഇപ്പോൾ നല്ല ആരോഗ്യവതിയാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു, നാളെ മനുഷ്യച്ചങ്ങല 11 മണിക്ക് നടക്കും, സെക്രട്ടേറിയറ്റിന് ചുറ്റും വളഞ്ഞുകൊണ്ട്. അതിൽ പൊതുബോധമുള്ള മലയാളികൾ ഞങ്ങളോട് ചെയ്യുന്ന നീതികേടാണ് എന്ന് വിശ്വാസമുള്ള ചിലപ്പോൾ കോൺഗ്രസ്സുകാരായ മലയാളികൾ പോലും ഞങ്ങളുടെ കൂടെ അണിനിരക്കും എന്നുള്ള വിശ്വാസവും പിന്തുണയും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ മലയാളി സമൂഹത്തിൽ ഞങ്ങളുടെ സമരത്തിന് പ്രസക്തിയും പിന്തുണയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഗവൺമെൻറ് ഞങ്ങളുടെ സമരത്തെ തകർക്കുവാനായി ഇന്നുവരെ നിരാഹാരം അനുഷ്ഠിക്കുന്ന വളർമ ടീച്ചറുടെ അടുത്തേക്ക് ഇന്ന് ഡോക്ടറും പോലീസും വരികയും ഇപ്പോൾ അവർ തിട്ടൂനമിറക്കുന്നു. ആരോഗ്യനില മോശമാണ്, അവർക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഞാൻ ചോദിക്കട്ടെ, 2 ദിവസം ഈ റോഡരികിലാണ് ഞങ്ങൾ ഇവിടെ ട്രിപ്പ് കൊടുത്തിരുന്നത്. അന്നില്ലാത്ത എന്ത് പുതിയ സംവിധാനമാണ് ഈ സയൻസിൽ ഇന്ന് വന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. അവർ പറയുന്നത് റോഡരികിലിട്ട് ഇവിടെ ഡ്രിപ്പ് കൊടുക്കാൻ പറ്റില്ല, അത് പ്രശ്നമാണ് എന്നാണ്. ടീച്ചർ പയറുമണി പോലെ സംസാരിക്കുന്നുണ്ട്. ടീച്ചർ അൺകോൺഷ്യസ് ആണെങ്കിൽ ഞങ്ങൾക്കും അറിയാം ഞങ്ങൾ ചോറാണ് നിന്നത്. ടീച്ചറെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ആരോഗ്യനില മോശമാണെങ്കിൽ ജീവൻ രക്ഷിക്കണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ടീച്ചർ പയറുമണി പോലെ സംസാരിക്കുന്ന ടീച്ചറെയാണ് പറയുന്നത് അവർ കൊണ്ടുപോകണം. അവരുടെ ഉദ്ദേശം ആരോഗ്യ സംരക്ഷണമല്ല, ടീച്ചറുടെ ജീവനല്ല. അവരുടെ ലക്ഷ്യം നാളത്തെ സമരത്തെ എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങളിലൂടെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്ക് കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. രാവിലെ ഓക്കെ ആയിരുന്നു. ഇപ്പം ചെറുതായിട്ട് ഷുഗർ ഡൗൺ ആയിട്ടുണ്ടെന്ന് ഇവർ ചെക്ക് ചെയ്ത് പറയുന്നു. അങ്ങനെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ട്രിപ്പ് ഇടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അത് അനുവദനീയമല്ല, ഹോസ്പിറ്റലൈസ് ചെയ്തേ മതിയാവൂ എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ പ്രതിഷേധിച്ചു. നടക്കില്ല, കാരണം ഞാനിവിടെ 4 ദിവസമായി മഴയും കൊണ്ട് ഇവിടെ കിടക്കണം. 4 ദിവസം ഇവിടെ കിടക്കുമ്പോഴേ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇന്ന് വന്നിട്ട് നാളെ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരം നടക്കുന്നുണ്ട്. അതിനെ തകർക്കാനുള്ള നടപടി എന്നോണമാണ് ഇന്ന് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള തിടുക്കം അവർ കാണിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഓക്കെയാണ് ഇപ്പം. സമരം ഉറപ്പായിട്ടും ഞാൻ മരണം വരെ നിരാഹാരം തുടരുമെന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാനിവിടെ കിടക്കുന്നത്. ന്യായമായ ആവശ്യമാണ്. ഇതിനകത്ത് എൻ്റെ ആരോഗ്യത്തിലോ എൻ്റെ ജീവനിലോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അനുകമ്പ ഗവൺമെൻറ്റിന് തോന്നുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങളോട് സന്ധി ചെയ്യണം, ഞങ്ങളുമായിട്ട് സംസാരിക്കണം. അത് CM ആണെങ്കിലും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെങ്കിലും ഇവിടെ വന്ന് ഞങ്ങളുമായിട്ട് രമ്യതയിലെത്തണം. അതുവരെ ഇത് മരണം വരെ നിരാഹാരമായി തന്നെ തുടരും, ഇത് സംശയമില്ല.